എനിക്കിനി ഒന്ന് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ കൊടുക്കാം. എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ച് പണിയെടുത്തത് ഇവിടെയായിരുന്നു. സമയത്ത് കോളേജ് പ്രൊമോഷൻസ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫസ്റ്റ് കോളേജാണത്. അപ്പം എങ്ങനെ ഇത്ര അടിപൊളി നാച്ചുറലായിട്ട് അഭിനയിക്കാൻ സാധിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് കണ്ടിരിക്കാൻ എന്ത് രസമാണ്. നന്ദ, ഹായ്. ക്യാരക്ടറിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞില്ല. എൻ്റെ ക്യാരക്ടറിന്റെ പേര് അനുപമ എന്നാണ്. സോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, എൻ്റെ ഡെബ്യൂ ആണ്. അപ്പം ഇത്രയും നല്ലൊരു കാസ്റ്റിൻ്റെ കൂടെ ഒക്കെ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഖാലിദ് റഹ്മാൻ്റെ പടം ഡെബ്യൂ ആയിട്ട് കിട്ടുക പറയുന്നതിൽ വലിയൊരു ഭാഗ്യം വേറെ ഇല്ല ആക്ച്വലി. സോ ഐ എം വെരി ലക്കി ആൻഡ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് ഫൺ. കുറച്ച് ഭാഗത്തൊക്കെ ഉള്ളൂ എങ്കിലും നല്ലൊരു കുറേ മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റി ഈ ഫുൾ കാസ്റ്റിൻ്റെ കൂടെ. ആൻഡ് അങ്ങനെ എല്ലാവരും പോയി കാണണം. വിൽ ബി സച്ച് എ ഗുഡ് മൂവി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഇത് ആക്ഷൻ മാത്രമല്ല. പോസ്റ്റേഴ്സ് കാണുമ്പോൾ വിചാരിക്കും ആക്ഷൻ മാത്രമാണ്, പക്ഷേ ആക്ഷൻ മാത്രമൊന്നുമല്ല, എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, കുറച്ച് റൊമാൻസ് ഉണ്ട്, കുറച്ച് ക്രിഞ്ച് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. സോ ഇറ്റ് വിൽ ബി സച്ച് എ ഗുഡ് മൂവി. സോ എല്ലാവരും പോയി കാണണം. താങ്ക് യു. സോ ഇനി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തണ്ണീർമത്തൻ ദിനങ്ങളുടെ നസ്ലിന്റെയും അതുപോലെ മാത്യുവിന്റെയും ഒക്കെ ഫ്രണ്ടായ ഫ്രാങ്കോയാണ്. ഫ്രാങ്കോ ഷിഫാസ് അലി എന്ന ക്യാരക്ടറിലാണ് ആലപ്പുഴ ജിങ്കാനയിൽ വരുന്നത്. ഞങ്ങൾക്കൊരു വില്ലൻ ക്യാരക്ടറിനെ പ്രതീക്ഷിക്കാവോ? ഓർ ഇല്ല, ഒരിക്കലും ഇല്ല. വില്ലനൊന്നുമല്ല. ഞാൻ അവരുടെ കൂട്ടത്തിലോട്ട ഞങ്ങൾ ഒരു ഗ്യാങ്ങാണ്. ആ ഗ്യാങ്ങിൽ ഒരു പയ്യനാണ്. ചെറുതെന്നാണ് ക്യാരക്ടറുടെ പേര്. പിന്നെ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പടം കാണണം. എന്തായാലും ഇതൊരു ഹിറ്റായിരിക്കും. കാർത്തിക് ചെയ്യുന്നത്. കാർത്തികിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക്. എന്താണ് ആലപ്പുഴ ജിങ്കാന? എങ്ങനെയായിരുന്നു അനുഭവം? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഇവരൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ആവില്ല എന്നറിയാം. എന്നാലും ഞാൻ പറയാം, ഇതിൽ ഏറ്റവും ചെറിയൊരാളാണ് ഞാൻ. ഉള്ളതിലേറ്റവും ജൂനിയറാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ച് പണിയെടുത്തത് ഇവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പിക്കപ്പ് ലൈൻ പറയാവോ? ഒരു ഫാൻ ചോദിച്ചിരിക്കുകയാണ്, ഒരു പിക്കപ്പ് ലൈൻ പറയാവോ എന്ന്. ഇല്ല, ഞാൻ വരാൻ പോകുന്ന ഗേൾഫ്രണ്ടിനോട് ലോയലായിട്ട്, അപ്പം ഇനി ആരോടും പിക്കപ്പ് ലൈൻ പറയില്ല. എന്നാലും കുസാലിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു പിക്കപ്പ് ലൈൻ പറയേണ്ടതാണ്. ഒരു പിക്കപ്പ് ലൈൻ. അതിൻ്റെ കാലം കഴിഞ്ഞു. ഇനി എനിക്ക് ഇല്ല, അത് അലമ്പാവും. വേണ്ട, ഇത് വേറെ ഈ സിനിമയുടെ ഇത് പോകണം. പറയാതെ ഞങ്ങൾ വിടില്ല. ഒരു പിക്കപ്പ് ലൈൻ മാത്രം പറയാം. ലാസ്റ്റ് പറയാം. ഓക്കെ. സമയത്ത് കോളേജ് പ്രൊമോഷൻസ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫസ്റ്റ് കോളേജാണത്. അപ്പം ഞാൻ ഇതിൽ ഷിഫാസ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആക്ച്വലി സിനിമയിൽ 2 ഷിഫാസ് ഉണ്ട്. ഇത് ചെറിയ ഷിഫാസ്, ഇത് വലിയ ഷിഫാസ്. അപ്പോൾ ചെറുത് വലുത് എന്നായിരിക്കും കൂടുതലും സിനിമയിൽ യൂസ് ചെയ്യുന്ന ടേംസ്. അപ്പം എല്ലാവരും സിനിമ കാണുക. നല്ലൊരു സിനിമയായിരിക്കും. ഇതൊരു സ്പോർട്സ് കോമഡി സിനിമയാണ്. കൂടുതലും കോമഡിയും ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയത്. ഖാലിദ് റഹ്മാൻ, ജിംഷി ഖാലിദിനും കൂടെ, ഒപ്പം തന്നെ ലുക്മാൻ, നസ്ലിൻ, ഗണപതി, അവരുടെ കൂടെ പറ്റി സന്ദീപ്, ഇവരോട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. എല്ലാവരും സിനിമ പോയി കാണണം. എൻ്റെ ക്യാരക്ടർ നെയിം കിരൺ എന്നാണ് ഈ പടത്തിൽ. എനിക്കിനി ഒന്ന് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ കൊടുക്കാം. അപ്പോൾ ആലപ്പുഴ ജിങ്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോർട്സ് കോമഡി ചാനൽ പടമാണ്. നമ്മൾ മിക്ക സ്പോർട്സ് മൂവി ഇവിടെ കേരളത്തിൽ അറിയിക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ട് പടങ്ങളാണ്. പക്ഷേ ഇത് ടോട്ടലി ഹ്യൂമറിലുള്ള ഒരു സിനിമയാണ്. എന്നാൽ നല്ല ആക്ഷൻ, നല്ല ഫൈറ്റിംഗ് കാണാൻ പറ്റും. ബോക്സിങ് നല്ല വൃത്തിയോടെ ടെക്നിക്കലി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള സിനിമയാണ്. ആൻഡ് യു നോ ദ ടീം, ഖാലിദ് റഹ്മാൻ, ജിംഷി ഖാലിദ്. അപ്പോൾ അവരുടെ ഒരു മാജിക് ഈ സിനിമയിലുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പടം. ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവരും നമ്മുടെ മെയിൻ ആക്ടേഴ്സ് ഉണ്ട്. BPG ആൻഡ് ലുക്മാൻ, അവരുടെയൊക്കെ എല്ലാവരും
ഒരു 5-6 മാസം കഷ്ടപ്പെട്ട് ഇതിന് വേണ്ടി, ഒരു സിനിമയ്ക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യാതെ മാറ്റി വെച്ച് ട്രെയിൻ ചെയ്ത് ഒരു 3 മാസത്തെ ഷൂട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ് ആ പ്രൊജക്റ്റ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ. താങ്ക് യു സോ മച്ച്. ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചേക്കുന്നത് ഗണേശൻ, ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചേക്കുന്നത്. ഞാൻ കഴിയുമ്പോ ഞാൻ 4 ചോദിക്കുമ്പോൾ ഓക്കെ. സോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത മൊമെന്റ് ആണ്. നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിനക്കൊക്കെ എന്താ പെണ്ണുങ്ങള് പറഞ്ഞ പ്രാന്ത പറഞ്ഞ മലയാള സിനിമയിൽ കാല് വെച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നസ്രൻ. എല്ലാവർക്കും നമസ്കാരം. ഞാനത് തന്നെ ഇവിടെ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും. വിജയികളായ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. സിനിമയെ പറ്റി കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. നിങ്ങളെപ്പോലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് ഈ സിനിമ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണ് ആലപ്പുഴ ചിങ്കാന. അതിന് ഞങ്ങൾ ഏപ്രിൽ മാസം തിയേറ്ററിൽ വരികയാണ് ആ സിനിമ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ പോയി കണ്ട് ഞങ്ങൾക്ക് 1ാം സമ്മാനം തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരെയും കാണുന്നതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ സിനിമയുടെ പാർട്ടാവാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. സിനിമ എല്ലാവരും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ കാണാനുള്ള പാടുണ്ട് എന്തായാലും. ഇതൊരു ടീം, വലിയൊരു ടീമിന്റെ ഒരു പടമാണ്, ഒരു സ്റ്റോറി അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെ. അപ്പം ഈ സിനിമയുടെ സെറ്റിനിടയിൽ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? ഒന്നുമല്ല 2-3 ഇടി മറക്കാൻ പറ്റാത്ത ഇടികളുണ്ട്. പിന്നെ അല്ല, മെയിൻലി ഈ ഒരു ജേർണി ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് പണം ചെയ്യുന്നത്. ഇത്രയും നാള് നോക്കിയിട്ട് ഒരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 6-7 മാസം അതിന്റെ ട്രെയിനിങ്, അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുക, സിനിമയുടെ കൂടെ ഒരു ഏകദേശം 1 വർഷത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പം അത് ഒത്തിരി മീൻ ചെയ്യുന്നുണ്ട് ഈ സിനിമ. ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഡയറക്ടർ റഹ്മാൻ ഖാനൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റി. ജിംഷിക്ക, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി സ്പെസിഫിക് ആയിട്ട് എല്ലാവർക്കും ഉള്ള ചോദ്യം അതുകൊണ്ടാണ് ചോദിച്ചത്. ആണോ? ഉണ്ടോ? അല്ല, ഫൈറ്റാണ് എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്ഷൻ മൂവിയിൽ പാർട്ടാവുന്നത്. ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഇൻവോൾവ് ചെയ്ത് അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി വിളിച്ചിട്ട് ഒരാൾ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചൊരു സീൻ. അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത്. ചോരനെ എടുത്തുകൊണ്ടുപോയി സെൻസറിലെടുത്തുപോയി ഹോസ്പിറ്റലാക്കി. ഇതേ കുറെ നല്ല നമ്മുടെ കൂട്ടത്തില് നസ്ലിന്റെ ഒരു ഫാൻ ബോയ് ഒരു പടമുണ്ട്. അപ്പം ആ പടം കൊടുക്കാനായിട്ട് ഞാൻ ഫായിസിനെ ക്ഷണിക്കുകയാണ്. ഫായിസ് വരച്ച ഒരു പിക്ചർ ഉണ്ട് നസ്ലിന്റെ.
വിയർപ്പ് തുള്ളിയിട്ട കുപ്പായം അതിൽ വിറകൾ മകുകിട്ട കട്ടായം കിനാവ് കൊണ്ടുകിട്ട് കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ല വീതിച്ചത് നമുക്ക് ഉച്ചി ഉയർത്തി പറക്ക് ചെറിയ പൂത്താല് താമര കണക്ക് ചോറ് പോയ മണ്ണിൽ ജീവിക്കാൻ നമുക്ക് കഥന്റെ കഥയെന്നും അറിയാത്ത കൂട്ടം പൂരകളിലും നോട്ടം വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം വലിയൊതുങ്ങാത്ത പലരിൽ കൂട്ടം